അച്ചൂസ് കറി പൗഡറിൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിന്ന് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറച്ചി മസാലയാണ്. ഒരു സ്പെഷ്യൽ ഇറച്ചി മസാല, ഒരു തനി നാടൻ ഇറച്ചി മസാല പൊടി എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനുള്ള കമ്പനിക്കാരുടെ മാതിരിയുള്ള ഒരു സീക്രട്ടും ഞങ്ങളെത്തില്ല. ഞങ്ങളെല്ലാം കസ്റ്റമേഴ്സ് എല്ലാം അറിഞ്ഞിരിക്കണം എന്താണ് ഞങ്ങളുടെ ഉൽപ്പന്നത്തിൽ എന്തൊക്കെ സാധനങ്ങൾ ഞങ്ങൾ ചേർക്കുന്നുണ്ട് എന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്: ഒന്ന്, ഇത് മല്ലിയാണ്, ഇത് പെരിഞ്ചീരകം, മഞ്ഞൾ, ജാതിപത്രി, വില കൂടിയ ജാതിപത്രി, ഏറ്റവും വില കൂടുതലുള്ള സാധനമാണ്. ഇപ്പോൾ ഏലക്കായും ജാതിപത്രി ഏകദേശം ഒരുപോലെ ഉണ്ട് റേറ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ ഉള്ളത് കുരുമുളകാണ്, ഇത് തക്കോലം, ജാതിക്ക, ഇത് നമ്മുടെ പട്ട, കറുവപ്പട്ട, ഇത് കുരുമുളക് തന്നെയാണ്, അത് ഇതിൻ്റെ ബാലൻസ് ആയിട്ട് വന്നതാണ്. ഇത് ഗ്രാമ്പുമാണ്, നമ്മുടെ ക്ലോവ്. പിന്നെ ഇത് സാധാരണയുള്ള ജീരകം, ഏലക്ക, പിന്നെ ഉള്ളത് മുളക്. ഈ സാധനങ്ങൾ അത്രയും ചേർത്തിട്ടാണ് നമ്മൾ ഏറ്റവും രുചിയുള്ള ഇറച്ചി മസാല ഉണ്ടാക്കുന്നത്. വില കൂടിയെന്ന് വിചാരിച്ചിട്ട് അതിലേക്കുള്ള ഒരു തരത്തിലുള്ള മാറ്റങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നില്ല. നമ്മളിതാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാൻ നമ്മളെ മല്ലി തന്നെയാണ് വറുക്കുന്നത്. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് മല്ലി വറുക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഇളക്കുക, കഴിക്കാണ്ട് നിൽക്കുക. നമുക്ക് കയ്യിൻ്റെ അടിയിലിട്ടിട്ട് ഒന്ന് ഞരണ്ടിയാൽ അത് പൊടിഞ്ഞ് വരണം, ആ രൂപത്തിൽ വെക്കണം. ഇത് ഓൾറെഡി നല്ല വെയിൽ കൊണ്ടിട്ട് ഉണങ്ങിയത് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്നാവും. അടുത്തായിട്ട് നമ്മൾ ഇടുന്നതെന്ന് പറയുന്നത് ഇതാ പെരിഞ്ചീരകമാണ് നമ്മൾ വറുക്കാൻ പോകുന്നത്. പെരിഞ്ചീരകം ഇതാ നന്നായിട്ട് എടുത്തിടുന്നുണ്ട്. ഇത് ഒറ്റ ട്രിപ്പിൽ പോകില്ല. അധികം എന്താ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ഒരുമിച്ചിട്ട് വറുക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അടിയുള്ളത് എന്തായാലും കരിഞ്ഞാവും. ഇതെല്ലാം എന്താ ചെറിയ ചൂടേ വേണം. ഇതാ ഇപ്പം തന്നെ ഇങ്ങനെ കരിഞ്ഞ് അല്ലൊക്കെ മീൻസ് ഇങ്ങനെ ചൂടായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇളക്കുക. എന്തും നമ്മൾ തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇളക്കൽ തന്നെയാണ് പ്രധാനം. കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ കുറുങ്ങനെയും നീളത്തിലായിട്ട് ഇളക്കുക. അന്നേരം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ചൂട് കിട്ടും. നന്നായിട്ട് നമുക്കെന്ന് പറഞ്ഞാൽ ചൂടായി കിട്ടുന്നത് കൊണ്ട് എന്തായി ഒരു പ്രശ്നം ഉണ്ടാവില്ല. പൊടിക്കുമ്പോൾ നല്ല പൊടി, നല്ല നാച്ചുറലായിട്ടുള്ള കളറും ഉണ്ടാവും, ഗുണവും ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. അടുത്തത് കുരുമുളക് ഇടുമ്പോൾ ശ്രദ്ധിക്കുക. കുരുമുളക് എന്ന് പറഞ്ഞാൽ നല്ല പൊടിയൊന്നും ഇല്ലാത്ത കുരുമുളക് നോക്കി വാങ്ങിക്കണം. കഴിയുന്ന നാടൻ കുരുമുളക് വാങ്ങിയാണ് ഏറ്റവും നല്ലത്. ഞാൻ എപ്പോഴും പറയുന്ന കാരണം കുരുമുളകിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞിരിക്കും. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസാലേൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. അതുകൊണ്ട് പറഞ്ഞാൽ പൊടിയില്ലാത്ത നമ്മൾ ഇളക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതിൻ്റെ മേൽഭാഗത്തുള്ള തൊണ്ടുകളെല്ലാം ചിലപ്പോൾ അടങ്ങുമ്പോട്ട് വീഴുമ്പോൾ അത് പൊടിയായിട്ട് തന്നെ മാറും. അതുകൊണ്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ കുരുമുളകിനകത്ത് പൊടിയുണ്ടാവും. കാരണം നല്ല കുരുമുളകിന് അങ്ങനത്തെ അഴുക്കൊന്നും ഉണ്ടാവില്ല. അപ്പം നല്ലത് നോക്കിയിട്ട് വാങ്ങിക്കുക. എന്താ ജാതിപത്രി എന്ന് പറഞ്ഞാൽ മസാലക്കൂട്ടുകളിൽ ഏറ്റവും വില കൂടിയ ഒരു ഇനാണ് പിന്നെ ജാതിപത്രി. നമ്മൾ ഇത്രയും വില കൂടിയ സാധനമായിട്ട് പോലും എന്ന് പറഞ്ഞാൽ കൃത്യമായ അളവിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ട ജാതിപത്രിയുടെ രൂപം കണ്ടില്ലതാ, നല്ല തെളിഞ്ഞ ജാതിപത്രി ഇതാ. ഇതിനെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റിലെന്ന് പറഞ്ഞാൽ നല്ല ഏലക്കായും ജാതിപത്രി ഒപ്പത്തിനൊപ്പം നീക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇതാണ് കണ്ടോളൂ, ഇതാണ് ജാതിപത്രി. ജാതിപത്രി നമ്മൾ പിന്നെ വറുക്കാൻ പോവാണ്. ഇപ്പം തന്നെ നല്ല ഒരു മണമുണ്ട്. അപ്പോൾ ഇത് മസാലയിൽ കൂടി ചേരുമ്പോൾ തന്നെ എന്തായിരിക്കും മണം എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അടുത്തത് നമ്മൾ ഇടുന്നത് കറുവപ്പട്ടയാണ്. കറുവപ്പട്ട നമ്മൾ പൊട്ടിച്ചിട്ടതുകൊണ്ടാണ്. അല്ലെങ്കിൽ വലിയൊരു സ്റ്റെമ്മ മാതിരി ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നമ്മൾ പൊടിക്കാനുള്ള സൗകര്യത്തിനാണ് അത് പൊട്ടിച്ച് വെച്ചിരിക്കുന്നത്. അത് നോക്കിക്കോളൂ, ഇതാ നല്ല അടിപൊളി മണമാണ്. ഇപ്പോഴും തന്നെ നല്ല മണമുണ്ട് ഇത്. അപ്പോൾ ഈ മസാലയ്ക്ക് ഇതൊക്കെ ചേരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി. അതിപ്പം ഇറച്ചിയിലെല്ലാം വെന്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ മണം ഒരു തൊട്ട ആലോചിച്ചിട്ടുള്ള വീടുകൾ പോലും അറിയാം നമ്മളെന്തോ സാധനങ്ങൾ വെക്കുന്നുണ്ട് എന്ന്. അവർ ഓടി വരുന്നുണ്ട്. അത്ര നല്ല സ്മെല്ലാണ് എൻ്റെ വീടുകൾ. അടുത്തത് തക്കോലം. നമ്മൾ പൊട്ടിച്ചിട്ടാണ് ഇതാ
നമ്മൾ സ്റ്റാർ റൈസ് എന്ന് പറയുന്ന സാധനം തന്നെയാണ് തക്കോലം. തക്കോലം ഇട്ട് കഴിഞ്ഞ് വറുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏലക്കായാണ്. ഏലക്കായ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന നിരക്കുള്ള സമയമാണ്. എന്നാലും ഏലക്കായ നമ്മൾ അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്നത് ജീവിതം തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുറവും വന്നിട്ടില്ല. നല്ല ഏലക്കായാണ്. ഏലക്കായയുടെ സ്മെല്ല് ഇപ്പം ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് ജാതിക്കയാണ്. ജാതിക്ക എന്താണെന്ന് പറയുന്നത് പ്രശ്നം, ഇത് ഞങ്ങൾ പൊട്ടിച്ചിട്ടതാണ്. പൊട്ടിച്ചിട്ടെന്ന് പറയുന്നത് ഇത് പൊടിയാണ്, അതുകൊണ്ട് പുകയാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പം തന്നെ നല്ല ചൂട് പിടിക്കുന്നുണ്ട്, ഇങ്ങനെ പുകയായിട്ട് വരുന്നുണ്ട്. വേഗം നമ്മളിത് എടുക്കേണ്ട വരും. ചൂട് സ്ലിമ്മിലിട്ടിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ വറുത്താൽ മതി കേട്ടോ. അടുത്ത നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നത് ഗ്രാമ്പുമാണ്. ഗ്രാമ്പു എന്ത് രസമുള്ള കാണാം. ഗ്രാമ്പു നമ്മൾ തിരഞ്ഞെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ പൂവോടുകൂടി ഈ അറ്റത്ത് ഒരു ബോൾ മാതിരിയുള്ള ആ ഗ്രാമ്പു തന്നെയാണ് എടുക്കേണ്ടത്. അതായത് ആ ബോൾ വേറെയും ഇതിൻ്റെ സ്റ്റെമ്മ് വേറെ ആയിട്ടുള്ളത് എടുക്കുന്നത് നല്ലതല്ല. ഇതാണ് നല്ലത്. ഇത്തരം ഗ്രാമ്പു എടുക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. ഞങ്ങളുടെ ഉപയോഗിക്കുന്നത് ഇതാ സാധാരണ നമ്മളെ ജീരകം, സാജീരകമല്ല, ചെറിയ ജീരകം, സ്മോൾ കുമിൻസാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ളത് ആദ്യം മുളക് മാത്രമാണ്. മുളകും കൂടി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇറച്ചി മസാലയുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാം. ഇനി അവസാനം എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ രാത്രിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കാലത്ത് പൊടിച്ച് കാണിക്കാനിട്ട് അതിന് ശേഷം നമ്മളിത് പാക്ക് ചെയ്ത ശേഷം നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരും. നമ്മളിനി അവസാനത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മുളകാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. മുളക് നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൽ, മുളക് സാധാരണ രീതിയിൽ എന്ന് പറയുന്നത് ചൂട് കൂടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നതെന്ന് പറയുന്നത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇളക്കി പിടിക്കുകയാണെങ്കിൽ ആ ചൂട് താങ്ങാൻ പറ്റാത്ത ചൂട് വെക്കുമ്പോൾ പറയുന്നത് മുളക് ശരിക്കും ചൂടായി നമുക്ക് റോസ്റ്റായി നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇത് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ മസാലയുടെ ടേസ്റ്റ് അതിൻ്റെ ഗുണം എല്ലാം പോയി പോകും. മുളകും ജീരകവും അങ്ങനെയുള്ള പെട്ടെന്ന് ചൂടായി പോകുന്ന സാധനങ്ങളാണ് നമ്മുടെ മസാലയ്ക്ക് ഇരുന്നതാണ് അതിൻ്റെ ക്വാളിറ്റിയിൽ ദോഷം വരുന്ന സാധനം. അതുകൊണ്ട് മുളക് വറുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ കരിയുടെ എന്തായാലും രുചി ആ മസാലക്കൂട്ടിലുണ്ടാവും. അവിടെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ഈ ഉദ്യമത്തെ എല്ലാവർക്കും പ്രോത്സാഹിപ്പിക്കുക. അപ്പോഴേ നമ്മുടെ വറവെല്ലാം കഴിഞ്ഞു. ഇതാ എല്ലാം വറവ് കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കാണാതായി പോകണ്ട. ഇതാ ജാതിപത്രി, ഇതൊക്കെ ജാതിപത്രിയാണ്. ഇതാ പട്ടയാണിത്. ഇതാ ഏലക്കായ, ഇതാ ഒന്നും ഒരു കുറവ് വരുത്തില്ല. ഇതാ കുരുമുളകുണ്ട് ഇവിടെ, പിന്നെ മുളകുണ്ട്, എല്ലാ സാധനങ്ങളും. ഇതൊന്നും ജീരകമൊന്നും എടുത്ത് കാണിക്കാൻ പറ്റില്ല, കാരണം അതെല്ലാം മിക്സായി കിടക്കുകയാണ്. ഇതാ എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. അപ്പം ഒന്നിനും ഒരളവിനും തൂക്കത്തിനും ഒരു വ്യത്യാസം വരുത്താണ് നമ്മളിത് ചെയ്യുന്നത്. വലിയ കാര്യങ്ങളൊന്നും ഇവിടെ പ്രശ്നമായിട്ട് വരുന്നില്ല. നല്ലൊരു ക്വാളിറ്റിയിലുള്ളൊരു ഉൽപ്പന്നം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമാണ് അച്ചൂസ് കറി പൗഡേഴ്സ് ഉള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ എങ്ങനെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന രീതി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ഓരോ ഉപദേശങ്ങളും അവരുടെ വിമർശനങ്ങളാണ് ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ ഉപകാരപ്പെടുക എന്ന കാര്യം മറക്കരുത്. എന്തായാലും അത് വിമർശനമായാലും ശരി, അത് നല്ലതായാലും ശരി, അതിനെ ഞങ്ങളത് തുറന്ന മനസ്സോടുകൂടി പറഞ്ഞ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ശരി, ഇനി അടുത്ത ഒരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം.